പടം നല്ലൊരു സിനിമയാണ് മനു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും ആവറേജ് പടമാണ് അതാണ് അവന്റെ ഡയറക്ടർ അല്ലല്ല പടം അങ്ങനെയല്ല. പക്ഷെ ഇവൻ പറഞ്ഞു വരുമ്പോ അങ്ങനെയാണ് പറയുന്നത്. അവന്റെ പേജിൽ ടാഗ്ലൈൻ അറിയാമോ? കുഞ്ഞമ്മയുടെ അങ്ങനെ ആരോ പറഞ്ഞു തുടക്കത്തില്. ഈ കൂട്ടത്തില് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തേന്ന് മേലെ കൊണ്ടുവന്ന ഇവനായിരിക്കും. അല്ല ഇത് കാര്യം പറയാം, അത് പറയണം പോയി. കാര്യം ഇവന് ഡയലോഗ് കുറവായിരുന്നു. തിരക്കഥയിൽ ഇവര് ഡയലോഗ് സ്ക്രിപ്റ്റിലില്ലായിരുന്നു. ഞാൻ പറയാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇയർ നമുക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു. നല്ല കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. സെക്കൻഡ് ഇയർ തൊട്ട് ആ ടീച്ചറിനെ കോളേജിൽ കണ്ടിട്ടില്ല. ഇത് എയറിൽ വരും. അല്ല കുഴപ്പമില്ല. പക്ഷെ നീയൊക്കെ ഇവനുണ്ട്. ഇവന് കോളേജ് റിലേഷൻ വൈഫ് അതെ പിന്നല്ല എല്ലാവർക്കും പ്രണയം പിന്നെ പ്രേമൊക്കെ ഉണ്ടാവും, ഉണ്ടാവണം. ഒന്നുമില്ല. നീയൊക്കെ ഒറ്റി ഹലോ ഹായ് വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ഇന്ന് എൻ്റെ കൂടെ മെയ് 8 റിലീസ് ആകാൻ പോകുന്ന പടക്കളത്തിന്റെ ഡയറക്ടർ ആൻഡ് ദ കാസ്റ്റ് ആണുള്ളത്. വെൽക്കം ടു ദ ഷോ. ഞാൻ എല്ലാ തവണ ഇങ്ങനെ പറയാൻ വിട്ടു ഇവരുടെ പേര് കാസ്റ്റ് ആൻഡ് ക്രൂ എന്നൊക്കെ പറഞ്ഞ് ഒതുക്കും. ഞാൻ പേര് പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടർ മനു സ്വരാജ്, ഈസ്തറ്റിക് കുഞ്ഞമ്മ, കമാരു ജയകുമാർ, സാഫ് ബോയ്, നിരഞ്ജന അനു, സന്ദീപ് പ്രദീപ് ആൻഡ് അരുൺ പ്രദീപ്. ഹലോ സന്ദീപ് ഇന്ന് ആലപ്പുഴ ജിംഖാനയുടെ പ്രൊമോഷൻസ് കഴിഞ്ഞ് എത്തിയിട്ടേ ഉള്ളൂ അല്ലേ? അപ്പൊ തന്നെ അടുത്ത പടത്തിന്റെ പ്രൊമോഷൻസിനായിട്ട് വന്നു. അപ്പോൾ ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? എങ്ങനെയുണ്ട്? അല്ല, എക്സൈറ്റിംഗ് ഫേസസ് ആണ് ഇത്. ഒരു 2 സിനിമ അടുപ്പിച്ച് റിലീസ് ആവാന്ന് പറയുന്നത് ഡയറക്ടറിനെ സംബന്ധിച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ടെൻഷനുണ്ട് എന്താവും എന്നുള്ളത്. പക്ഷെ പടം നല്ലൊരു സിനിമയാണ് മനു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും ആവറേജ് പടമാണ് ഇത്. അതാണ് അവന്റെ ഡയറക്ടർ അല്ലല്ല പടം അങ്ങനെയല്ല. പക്ഷെ ഇവൻ പറഞ്ഞു വരുമ്പോ അങ്ങനെയാണ് പറയുന്നത്. അത് മനുവിനെ കളിയാക്കാൻ വേണ്ടി വരുമെന്ന് പറയുന്നത്. എക്സ്പെക്ടേഷൻ കുറച്ച് വെച്ചാലേ അല്ലേ? അതെ, നല്ല കോമ്പറേഷൻ അല്ലേ? ഓക്കെ. അല്ല ഞാൻ ചോദിക്കാന്ന് വെച്ചാൽ ഇത് നമ്മൾ കുറച്ച് നാൾക്ക് ശേഷം, അതായത് രോമാഞ്ചത്തിന് ശേഷമാണല്ലോ ഒരു കോളേജ് ഒരു തീമിലുള്ള ഒരു മൂവി സെറ്റപ്പ് വരുന്നത്. അല്ല ഞാൻ ഫ്രണ്ട്സ് അല്ലേ? കോളേജ് സോറി രോമാഞ്ചല്ല, ആവേശം. സോറി, ആവേശം കഴിഞ്ഞിട്ട് ഒരു കോളേജ് ബേസ്ഡ് മൂവി വരുന്നത്. അപ്പൊ എനിക്കാദ്യം ചോദിക്കണം, നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കോളേജ് ഫേസിലേക്ക്? നിങ്ങൾ എല്ലാവരും കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ഒന്നും അല്ലല്ലോ ഇരിക്കുന്ന. അല്ല, ക്യാരക്ടർ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ്. അതെ, ഞാൻ ചോദിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ബാക്ക് ടു കോളേജ് ഫേസ് ആണല്ലോ, ഷൂട്ടും കാര്യങ്ങളും ഒക്കെ വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. നല്ല കോളേജ്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു. നിരഞ്ജന പറയൂ. നിരഞ്ജനക്ക് എന്താ പറയണ്ടേ? രസമായിരുന്നു എന്നുള്ളൂ, എന്തെങ്കിലും പറ. അല്ല, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തത്തില് എനർജറ്റിക് ആയിരുന്നു. നിങ്ങളുടെയൊക്കെ ഇപ്പൊ തന്നെയുള്ള ഒരു വൈബ് കണ്ടാ അറിയാം എന്തായിരുന്നു സെറ്റ്. നമ്മള് ഒരുമിച്ച് ഒരു ഹോസ്റ്റല് പോലെ ആയിരുന്നു നമ്മളെല്ലാരും താമസിച്ചിരുന്നത്. അതായത് അടുത്തടുത്താണ് നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ ആണെങ്കിലും ടെക്നീഷ്യൻസിന്റെ ആണെങ്കിലും എല്ലാവരുടെയും റൂം ഒരു സ്ഥലത്ത് തന്നെയാണ്. അപ്പം കോളേജ് എന്ന് പറയുന്ന കോളേജിന്റെ തൊട്ടടുത്ത് തന്നെ ഇവരുടെ തന്നെ ഒരു ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ എല്ലാവരും താമസിച്ചത്. എല്ലാവരും അതേപോലെ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരുന്നു. ഹോസ്റ്റൽ പോലെയായിരുന്നു നമ്മളെല്ലാവരും. അമൽജ്യോതിയിലെ ഗസ്റ്റ് ഹൗസിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പൊ എവറി മോർണിംഗ് നമ്മള് ജസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങുന്നു, ഷൂട്ട് ചെയ്യുന്നു, തിരിച്ചു കയറുന്നു. വെഹിക്കിൾസ് പോലും ഇല്ല. അത് അത്ര തന്നെ നമുക്ക് പാർട്ട് ഓഫ് ദി പ്രോസസ് ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ നല്ലൊരു സിങ്ക് ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് അല്ലേ? ഓക്കെ. ഞാൻ എൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കൗതുകം കൊണ്ട് ചോദിക്കുന്നതാണ്. ഞാൻ ഇടയിൽ ഒരാളോട് പേഴ്സണലി ചെയ്യുന്നത്, ഈ ഈസ്തറ്റിക് കുഞ്ഞമ്മ എന്ന് പേരിടാൻ എന്താ കാരണം? മീൻസ് എനിക്ക് ആരുണ്ട് ശരിക്കുള്ള പേര് അറിയില്ലായിരുന്നു. ഞാൻ ഈസ്തറ്റിക് കുഞ്ഞമ്മ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ കുറെ നാളെ. അപ്പൊ ഞാൻ എന്താ ഈസ്തറ്റിക് കുഞ്ഞമ്മ എന്നൊരു പേരിട്ടെ? ചുമ്മാ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വേർഡായിരുന്നു എസ്തെറ്റിക്. അങ്ങനെ അതിനൊരു മിക്സ് നല്ലതായിരുന്നു. അല്ല, എസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ വാക്കാത്ത താല്പര്യം ഉണ്ടായില്ല. പക്ഷെ അങ്ങനെ ഒരു മിക്സ് വന്നപ്പോ ഒരു ദേശി ഇന്റർനാഷണൽ പരിപാടി, ഒരു ക്വർക്കിനെസ്, അതിന് വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടി. ഞാൻ കൊറേ വായിച്ചു. ഹൈലൈറ്റ് അവന്റെ കുഞ്ഞമ്മയുടെ. അതെ,
അതെന്താ ആക്കി ഉദ്ദേശിച്ചാണോ അതോ അല്ല അങ്ങനെ ഉദ്ദേശിച്ച് ചുമ്മാ അങ്ങനെ ആരോ പറഞ്ഞു തുടക്കത്തില്. പക്ഷെ ചെയ്യുന്ന വർക്ക്സ് ഒക്കെ പൊളിയിട്ടോ പറയാതിരിക്കും. ഇതിന്റെ ഇടയ്ക്ക് കമ്മിങ് ബാക്ക് ടു പടക്കളം, നമുക്കിത് കണ്ടു കഴിയുമ്പോഴേ അത് ഈ രോമാഞ്ചം എനിക്ക് ഇടയ്ക്ക് കയറി വന്നത്. രോമാഞ്ചത്തിന്റെ അതൊരു ഓജോ ബോർഡ് ഒരു സെറ്റപ്പ് അതൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഉള്ളില് എന്താണ് ഇല്ലുമിനാറ്റി ആണ്, ഇത് ആരാ ഇതിന്റെ ഉള്ളില് സംഭവം? അതിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയണം? ട്രെയിലർ ഉണ്ടല്ലേ, ട്രെയിലറിൽ ട്രെയിലറിൽ എന്ത് ബോർഡ്, ലൂഡോ ബോർഡ് എന്ന് പറയുന്നുണ്ട്. ലൂഡോ ബോർഡ് പറയുന്നുണ്ട്, അവിടെ സ്റ്റേ ചെയ്തോട്ടെ. അത് ട്രെയിലർ പറയുന്ന കാര്യം തന്നെയാണ്. ഈ മറ്റേ ശകുനി മഹാഭാരതി പച്ചീസി എന്ന് പറഞ്ഞൊരു ഗെയിം കളിച്ചിട്ടുണ്ട്. അത് ചൂതാണ്, ലൂഡോയ്ക്ക് സിമിലർ ആയ ഒരു ഗെയിമാണ്. അതിൽ കൂടുതലൊന്നും തൽക്കാലം പറയില്ല. എല്ലാ ബാക്കി നിങ്ങൾ കണ്ട് അറിഞ്ഞോളൂ എന്നുള്ള രീതി. ഓക്കെ. അത് പറയുമ്പോൾ എനിക്ക് സുരാജേട്ടനും ഷർഫിക്ക ഇവിടെ ഇല്ല, എന്നാലും നിങ്ങൾക്ക് അവരുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും പറയാനുണ്ടാവുമല്ലോ. ഹൗ വാസ് ഇറ്റ്? സുരാജേട്ടൻ ഒരു രക്ഷയില്ല. എൻ്റെ ഉള്ളിൽ കുറെ മീൻസ് ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ കിടു അങ്ങനെ ട്രെയിലറിന്റെ അതെല്ലാം കൂടി കണ്ടിട്ട് എന്നെ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്കൊരു ആസ് ഇൻ ഹോൾ ഒരു എക്സ്പീരിയൻസ്? സുരാജേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു അവർക്കാണ് കോമ്പിനേഷൻ കൂടുതൽ. കുറെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു. ഞാനും സുരാജേട്ടനോട് ഒരുമിച്ച് ഞങ്ങൾ രണ്ടും മാത്രമായിട്ട് കുറെ സീൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലെല്ലാം അപ്പൊ കോമഡി ഇങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അത് പുള്ളിയുടെയും കുറെ സജഷൻസ് ഉണ്ടായിരുന്നു. ചെയ്യാനായിട്ട് കുറെ സാധനങ്ങൾ പറഞ്ഞു തരുകയൊക്കെ ചെയ്തു, അഭിനയിച്ചൊക്കെ കാണിച്ചു തരുകയൊക്കെ ചെയ്യും. ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ എന്താ പറയണ, നിങ്ങൾക്കൊക്കെ ഇങ്ങനെ മിനിറ്റിന് കൗണ്ടറും കാര്യങ്ങളും ഒക്കെ വരുമായിരിക്കുമല്ലോ. ഞാൻ പിന്നെ കുറെയൊക്കെ വീഡിയോ ആദ്യമൊക്കെ മറ്റേ ലിപ്സിങ് ചെയ്തോണ്ടിരുന്നൊക്കെ സുരാജേട്ടന്റെ ഒക്കെ സിനിമയിലെ ഡയലോഗ്സ് ഒക്കെ തന്നെ ആയിരുന്നു മറ്റേ ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്തൊക്കെ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ പുള്ളിയുടെ ആക്ടിങ് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയിട്ടുണ്ട്, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ ഈ പഴയ ആക്ടേഴ്സ് എല്ലാവരും ഇങ്ങനെ പറയും ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ കുറെ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവരായിരിക്കില്ല പറയുന്നത്, വേറെ ഉള്ളവർ പറയും ഈ മൂവിക്കകത്ത് ഇവരുടെയൊക്കെ ത്രൂ ഔട്ടുള്ള സ്വന്തമായിട്ട് കോളേജ് പിള്ളേരായിട്ടാണല്ലോ ആക്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നോ? ആക്ച്വലി അത് ഇവന്മാരെല്ലാരും കൂടെ എന്നെ തെറി വിളിക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഇവർക്ക് ഇംപ്രവൈസ് ചെയ്യാനുള്ള സ്ലോട്ട് ഞാൻ വളരെ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കാര്യം നമുക്ക് പല സീനുകളിലും സീൻ സ്പെസിഫിക് ആയിട്ട് ഡയലോഗ് ഉണ്ട്. പക്ഷെ എങ്കിലും ഇവന്മാർ ഇംപ്രവൈസ് ചെയ്ത് റെഡിയാക്കിയ സീനുകൾ ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് സന്ദീപിന് പേഴ്സണലി ഇംപ്രവൈസ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവന്റെ ക്യാരക്ടർ ഭയങ്കര റെസ്ട്രിക്റ്റീവ് ആയിരുന്നു. അതിലവൻ വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തില് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തതെന്ന് മേലെ കൊണ്ടുവന്ന ഇവനായിരിക്കും. അത് കാര്യം അല്ല, ഇത് കാര്യം പറയാം, അത് പറയണം പോയി. കാര്യം ഇവന് ഡയലോഗ് കുറവായിരുന്നു. തിരക്കഥയിൽ ഇവര് ഡയലോഗ് ഞാൻ പറയാം. അപ്പൊ ഇവ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതേ ഡയലോഗ് കുറവാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്നും ഡയലോഗ് ചൂണ്ടി, അങ്ങനെ ഡയലോഗ് ചൂണ്ടി വന്ന് അവസാനം വലിയ ഒരു നമ്മൾ കൊടുത്ത് എല്ലാ സീനിലും ഞാൻ ചോദിക്കും ഓരോ ഡയലോഗ് വെച്ച് ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെ കുറെ അവൻ മെനഞ്ഞെടുത്തു ഒരു കഥാപാത്രം, അവൻ മെനഞ്ഞെടുത്തു. അത് ആക്ച്വലി ഞാൻ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ച കഥാപാത്രം അല്ല നീ ചെയ്തിരിക്കുന്നത്. ഈ ഡയലോഗ് നകുല് പറഞ്ഞ എങ്ങനെ ഇരിക്കും? കൊള്ളൂലടാ, ഞങ്ങൾ തന്നെ പറഞ്ഞോളാം. അതെ, ഒരു പർട്ടിക്കുലർ ഡയലോഗില് മറ്റേ പരിത്ര പുരാതനമായെന്നൊരു വാക്കുണ്ടായിരുന്നു. അപ്പൊ ഇവന് പവിത്ര പുരാതന, സോറി പവിത്ര പുരാതന. അപ്പൊ ഓക്കെ, അപ്പൊ ആ ഒറ്റ വാക്ക് കിട്ടിയതിന് ശേഷം ഇവൻ അത് വെച്ച് ക്യാരക്ടർ ഉണ്ടാക്കി. പിന്നെ പടത്തിൽ ത്രൂ ഔട്ട് ശുദ്ധ മലയാളം, ഫുൾ ശുദ്ധ മലയാളം, അങ്ങനെ ക്യാരക്ടർ ഉണ്ടാക്കിയാണ് ഇവൻ ആ ഒറ്റ ഡയലോഗ്. അപ്പൊ അങ്ങനെ കുറച്ച് ഇവൻ അല്ലാണ്ട് ഇംപ്രൂവൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാഫിന്റെ ക്യാരക്ടറിലോട്ട് അതിനെ കൊണ്ടുവന്നു. അതായത് ഞാൻ കണ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു. പക്ഷെ ഞാൻ ആ കണ്ണന്റെ ക്യാരക്ടർ നറേറ്റ് ചെയ്തൊരു പോയിന്റ് തൊട്ട് ഇവന്റെ സ്വഭാവത്തിലോട്ട് ക്യാരക്ടറിനെ കൊണ്ടുവന്നു. അത് ഭയങ്കര വർക്കായി. ഏറ്റവും രസമായിട്ട് എനിക്ക് തോന്നിയ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവര് 3 പേരും സ്ക്രിപ്റ്റ് വായിച്ചിട്ട്, സന്ദീപ് പിന്നെ വായിച്ചേ, ഇവര് 3 പേരും വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ക്യാരക്ടർ എന്താന്ന് ചോദിച്ചപ്പോ ഒരു നല്ല നീളമുള്ള ഡിസ്ക്രിപ്ഷൻ തന്നു സാഫ്. ഇവനും അതുപോലെ തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ തന്നു. അവിടെ ചോദിച്ചപ്പോ ഒറ്റ വരിയിൽ ചുമ്മാ തെറിച്ച് കിടക്കുന്ന ഒരുത്തനല്ലേ, അത് തന്നെയായിരുന്നു ക്യാരക്ടർ. അത് പടം കാണുമ്പോൾ മനസ്സിലാവും, തെറിച്ച് കിടക്കുന്ന ഒരുത്തന. അപ്പൊ ഓക്കെ, അതിലെല്ലാം ഉണ്ടെന്ന്, തെറിച്ച് കിടക്കുന്നതിനെല്ലാം ഉണ്ട്. ഈ നിരഞ്ജനയിലേക്ക് വരുമ്പോൾ, നിരഞ്ജന ഇപ്പം ഓൾമോസ്റ്റ് കുറേ മൂവീസ് ചെയ്തിട്ടുണ്ട്, ബിഗ് സ്റ്റാർസിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇവരുമായിട്ടുള്ള ഒരു റാപ്പോ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ആ ഒരു സിംഗു എല്ലാം വന്നു. നല്ല ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? കുറേ മൂവീസ് അല്ലാതെയാണല്ലോ ചെയ്തത്. അപ്പോൾ ഇതിലെങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പ്രൊമോഷൻസിന്റെ അകത്ത്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിരഞ്ജന ഈ നിങ്ങൾ മാർക്കറ്റിംഗ് ഐഡിയാസ് 101 തന്ത്രങ്ങൾ വെച്ചിട്ടിരിക്കുന്നതിന്റെ അത് ഭയങ്കര രസമുണ്ടായിരുന്നു. ഇവർ ആ ഒരു മൊത്തത്തിലുള്ള ടോട്ടൽ എക്സ്പീരിയൻസ് എന്ന് പറയും. ഡിഫറൻസ്, ഐ മീൻ വേറൊരു സെറ്റിലെയും ഈ ഒരു സെറ്റിലെയും തമ്മിൽ ഒത്തിരി ഇതുണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നു ബിടെക് കഴിഞ്ഞിട്ടൊരു കോളേജ് പരിപാടി ഇപ്പോഴാണ് ചെയ്യുന്നത്. അപ്പം ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു. അന്നും ഞങ്ങൾ എല്ലാവരും ഒരു സ്ഥലത്ത് താമസിച്ചിട്ടാണ്
LG, that was very similar. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ടെക്നിക്കൽ ക്രൂവും കാസ്റ്റും എല്ലാവരും കൂടെ ഒന്നിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ബോണ്ടിങ് ഉണ്ടാവും. അത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഫീൽസ് മോർ ലൈക്ക് ഫാമിലി. ഈ ജെൻസി വൈബ് ആയിരുന്നു മൊത്തത്തിൽ. ഇവര് കൊറേ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. ഇവരാണ് എന്താ ഈ സ്കിബിഡി ശരിക്കും? ഞാൻ ഇൻട്രൊഡ്യൂസ്ഡ് ആയത് ഇവരൊക്കെയാണ്. സ്കിബിഡി എന്ന് വിളിച്ചോണ്ടിരുന്നത് അല്ലേ? എന്താ സംഭവം? എന്താ അർത്ഥം കൂടി പറഞ്ഞാ? അതെനിക്ക് തോന്നുന്നു, എനിക്കിത് അറിയില്ല. എന്റെ വേറെ കുറെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഇന്റർനെറ്റിൽ കാണുന്നത് അത് എന്തോ മോശം അവസ്ഥ പറയുന്ന എന്തോ ആണെന്നാണ് തോന്നുന്നത്. ഓഹോ, അതെ, ഓക്കെ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ജെൻസിയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ മീൻസ് ഞാൻ എന്താ പറയാ, ഐ എം നോട്ട് ടൂ മച്ച് ഇൻ ടു ഇൻസ്റ്റാഗ്രാം സാധനങ്ങളൊക്കെ പണ്ട് കേട്ടോ. ഇപ്പം അതെ. അപ്പൊ സാഫ് ബോയ് ആണ് കൊണ്ടുവന്ന് തന്തവൈബ് വേടുന്നത് കേട്ടോ. അതിന് കുറെ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് സംഭവങ്ങളൊക്കെ. താങ്ക് യു. എന്തായാലും തന്തവൈബ് കൊണ്ടുവന്ന് താങ്കളാണല്ലേ? ഞാൻ ബിറ്റ്വീൻ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവരും അത് ഏറ്റെടുത്തു എന്നുള്ളതല്ലേ പറയുന്നത്. ഓക്കെ. അതുമാതിരി സൈനത്താത്തയുടെ ഈ ഇടയ്ക്ക് ഇനി വീഡിയോ വന്നില്ല. സൈനത്താത്ത ഫ്രം കാനഡ ഈ ഇടയ്ക്ക് വന്നായിരുന്നു. ചുമ്മാ ബോറടിച്ചിരുന്നപ്പോ ഒരു ഇതല്ലേ, എല്ലാവർക്കും ആരാധകർക്കൊരു വോയിസ് മാത്രം കേട്ടാൽ മതി. അത് പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചത്, നിങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടിരുന്നപ്പോഴും ഇപ്പൊ മൂവീസിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും ഉള്ളൊരു ഡിഫറൻസ് എന്താണ്? അപ്പോൾ ആൾക്കാർക്ക് നിങ്ങളെ എന്താ പറയുക, ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര എപ്പോഴും കാണുന്നൊരു സംഭവം. നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞപ്പോൾ സിനിമയിലേക്ക് ഫുൾ ഓൺ ഒക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടോ? ആൾക്കാർ നിങ്ങളെ മീറ്റ് ചെയ്യുമ്പോഴൊക്കെ എങ്ങനെയാണ്? ഇത് എല്ലാരും യൂട്യൂബ് അങ്ങനെ എല്ലാരും ഫോളോ ചെയ്യുന്നില്ല സത്യം പറഞ്ഞ. സിനിമ കുറെ വൈഡർ ഓഡിയൻസിന്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അപ്പം അങ്ങനെ റെക്കഗ്നീഷൻ കിട്ടുന്നുണ്ട്. അതായത് ഇപ്പം ചിലർക്ക് ഇപ്പം നേരത്തെ പേരൂർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അത് ആൾക്കാർ പേരൂരിൽ ഉണ്ടായിരുന്ന ആളല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് യൂട്യൂബ് ചെയ്യുന്ന കാര്യം ഒന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെ ആക്സെപ്റ്റൻസ് ഉണ്ട്. കോളേജ് റിലേറ്റഡ് ആയതുകൊണ്ട് ഞാൻ കോളേജ് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ. നിങ്ങളുടെ കോളേജിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മലർമിസ് ഉണ്ടായിട്ടുള്ളൂ അല്ലെ? മലർമിസ് അല്ലാണ്ട് വേറെ ക്രഷാണ് ഞാൻ ഉദ്ദേശിച്ചത്, വേറെ സാർ. ഓ, സെന്റ് തെരേസാസ് അല്ലേ? ഇനി ബാക്കിയുള്ളവർ എല്ലാവരോടും ഞാൻ കോളേജ് ചോദിക്കേണ്ടി വരുമോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഒരു മലർമിസ് നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ക്രഷ് അങ്ങനെ? എനിക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഇയർ നമുക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു, നല്ല കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. സെക്കൻഡ് ഇയർ തൊട്ട് ആ ടീച്ചറിനെ കോളേജിൽ കണ്ടിട്ടില്ല. ഒരു ടീച്ചർ ഇത് എയറില് വരും. അല്ല, കുഴപ്പമില്ല. പക്ഷെ നീയൊക്കെ ടീച്ചറുടെ പേര് പറഞ്ഞിട്ടില്ല. അത് പ്രൈവസി. ഇപ്പോഴത്തെ മൂവീസിലെ പോലെ വെടി മിഷൻ ഗണ്ണ് പരിപാടിയില്ല, അടിയേ ഉള്ളൂ എന്നുണ്ട്. ശരിക്കുള്ള കോളേജ് ലൈഫിൽ അടി ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ഇല്ല. എന്റെ കോളേജ് ലൈഫില് അടീന്റെ ഭാഗമായിട്ടില്ല. ഞാൻ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടാണ് എല്ലാ കോളേജിലും പോയത്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. എന്റെ കോളേജിൽ ഫുൾ ഫൈറ്റ് ആയിരുന്നു എപ്പോഴും. ഞാനല്ല, ഞാനിങ്ങനെ കണ്ടൊക്കെ നിൽക്കാനുള്ള കോളേജിലൊക്കെ വീട്ടിൽ അടി കിടക്കുന്ന ഞാനും വുമൻസ് കോളേജ് ആയതുകൊണ്ട് ഞാൻ അറിയില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു. നമ്മുടെ കോളേജിൽ മിക്കവാറും എല്ലാ 3 മാസം കൂടുമ്പോഴും ഒരു വലിയ അടിയൊക്കെ നടക്കാറുണ്ട്. ഇതിൽ ഇന്റർവെല്ലിൽ ഒരു പാർട്ടി ഇലക്ഷൻ്റെ ഇടയ്ക്ക് ഒരു അടിയുണ്ട്. അത് കറക്റ്റ് നമ്മുടെ ക്ലാസ്സിൽ നടന്ന സംഭവമാണ്. അതേ സംഭവം അതുപോലെ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് നല്ല അടി ഒന്നും വേണ്ടി വന്നില്ല. മനുവിന് നല്ല ഐഡിയ ഉള്ളതുകൊണ്ട് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് എക്സ്ക്യൂസ് പറയും. ക്രിയേറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ വല്യപ്പൻ മരിച്ചുപോയി അല്ലെങ്കിൽ മുത്തശ്ശൻ മരിച്ചുപോയി എന്നൊക്കെ ആയിരുന്നു നമ്മളെ നേലൊക്കെ പറയുന്നത്. എന്ത് കോളേജുകളിൽ എക്സ്ക്യൂസ് പറയാറുള്ളതാണ്, എന്തെങ്കിലും ബങ്ക് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ വരാതിരിക്കുന്നതിനോ. നിങ്ങളൊക്കെ ചെയ്തേക്കുന്ന ഏറ്റവും ക്രിയേറ്റീവ് എക്സ്ക്യൂസ് എന്തായിരിക്കും കോളേജ് ലൈഫിൽ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലീവ് എടുക്കാനാ സന്ദീപ് പറയുന്നതായിരിക്കും. അല്ല, ഞാൻ അങ്ങനെ പ്രോപ്പർ കോളേജിലല്ല പഠിച്ചത്. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. ഞാൻ വിഷ്വൽ എഫക്ട്സ് ആയിരുന്നു ഗ്രാജുവേഷൻ. അപ്പൊ എനിക്ക് അങ്ങനെ കോളേജ് ലൈഫ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ വന്നപ്പോ ആ ഒരു കോളേജ് ലൈഫ് പോലത്തെ കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റി. കല്യാണം കഴിക്കുമ്പോൾ ഇല്ല, അതിനുള്ള ബുദ്ധിയില്ലായിരുന്നു. എന്നാ നമ്മളിപ്പോ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, ക്യാൻറ്റീനിൽ പോയിട്ട് കഴിക്കുന്ന ഫുഡ് കോളേജില്
അതിപ്പോ ഇവിടത്തെയും എന്തെങ്കിലും ഫുഡ് അങ്ങനെ നിങ്ങൾക്ക് സ്പെഷ്യൽ അമൽ ജ്യോതിയുടെ സ്പെഷ്യൽ എന്തെങ്കിലും ഫുഡ് പ്രൊഡക്ഷൻ ആണല്ലോ അല്ലെ ഫുഡ് അത് വേറെ നല്ലതായിരുന്നു അവിടുത്തെ ക്യാൻറ്റീൻ ആക്ച്വലി നല്ലതായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ക്യാൻറ്റീൻ ഫുഡ് ഇപ്പൊ നോക്കുമ്പോൾ കോളേജ് ആയിക്കോട്ടെ ഇപ്പോഴത്തെ ആയിക്കോട്ടെ കാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫേവറേറ്റ് ഫുഡ് ഐറ്റം കോളേജിൽ പോയിട്ട് എപ്പോഴും ക്യാൻറ്റീൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ കോളേജിനകത്തെ ക്യാൻറ്റീനിലെങ്കിലും നമ്മുടെ കോളേജിന് വെളിയിൽ KSRTCയുടെ സ്റ്റാൻഡ് ഉണ്ട്, അവിടെ ഒരു വെജിറ്റബിൾ വട കിട്ടുമായിരുന്നു. അത് അവിടെ മാത്രമേ കിട്ടൂ. എവിടെ സ്ഥലം? അത് പാപ്പനംകോട് പാപ്പനംകോട് തിരുവനന്തപുരം. അതെ, ഇപ്പൊ അവിടെ ഉണ്ടോന്നറിയാം. ഡിപ്പോയ്ക്കകത്ത് അവിടെ മാത്രമേ ആ സാധനം ഞാൻ കഴിച്ചിട്ടുള്ളൂ. അപ്പൊ എല്ലാ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അവിടെ നിന്ന് വാങ്ങിച്ച് അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അവിടെ ചെന്നിട്ട് കഴിക്കും. അത് നല്ല ഫുഡാണ്. വേറെ എങ്ങനെ സെറ്റിന്റെ അവിടുത്തെ മീൻസ് കോമൺ ആയിട്ട് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്യാൻറ്റീനിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് എന്നുള്ളത്. ഞാൻ ഉദ്ദേശിച്ചത് കോളേജാണ്. കോളേജിന്റെ അകത്ത് ആക്ച്വലി ക്യാൻറ്റീൻ അല്ലാതെ ഒരു കാഫേ ഉണ്ടായിരുന്നു സെന്റ് ട്രീസസിലുള്ളപ്പം. എല്ലാവരും പുറത്ത് പോയി കഴിച്ചുകൊണ്ടിരുന്ന ഒരു കാഫേ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ആക്ച്വലി അത് കോളേജിന്റെ അകത്തേക്ക് കൊണ്ടുവരേണ്ടായി. ഓ അടിപൊളി. അതൊരു കാഫേ ആയിട്ട് ഇപ്പം ഉണ്ട് കോളേജിൽ. കോളേജ് ലൈഫിലെ പ്രണയം ഇത് ഏറി പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആരും പറയാതിരിക്കരുത്. കോളേജ് ലൈഫിൽ പ്രണയം ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്ന പോയിക്കോട്ടെ പറയാണ്ടിരിക്കരുത് പ്ലീസ്. അത് മനു ആണ് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് എല്ലാ ആൻസേഴ്സിനും എനിക്ക് പോണ വിഷയമൊന്നുമില്ല. പറ മനു. ഒരു വിഷയമില്ല. അല്ല ഒന്നുമില്ല, ഇപ്പൊ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണ്. എനിക്ക് കോളേജിൽ കയറിയ സമയത്ത് അല്ല അത് ഇൻസ്പയർ ആയാണ് ഇവരുടെ റിലേഷൻ എഴുതിയിരിക്കുന്നത് കഥയിൽ, സിനിമയിൽ. ഇപ്പൊ നമ്മൾ ഭയങ്കര നല്ല ഫ്രണ്ട്സാണ്. അത് ബ്രേക്കപ്പ് ആയ ഒരു സ്റ്റോറി. ഇനിയിപ്പോ പറയാം, നിരഞ്ജന പറയാൻ മേടിച്ചിരിക്കുന്നു. അതെ, അതിനായിട്ട് റിലേറ്റഡ് ആണ് എന്റെ ക്യാരക്ടർ ഇതിന്റെ ജിതിന്റെയും ജീവികയുടെയും പ്രത്യേകിച്ച് മനുവിന്റെ എക്സ്പീരിയൻസ് ആണ്. ക്യാരക്ടർ പറഞ്ഞു കൊടുത്ത ആ ക്യാരക്ടറിനെ പിടിച്ചിട്ടുള്ളത്. ഓ അങ്ങനെ ഒരു കണക്ഷൻ എന്റെ ഇടയ്ക്ക്. ഇവനുണ്ട്, ഇവന് കോളേജ് റിലേഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ കോളേജ് ഇതാണല്ലോ. ഈശ്വര. ഓക്കെ, ഓർമ്മയില്ലേ ഇല്ല ഇതിന്റെ ഒരു കൺക്ലൂഷൻ കഴിഞ്ഞിട്ട് അതെന്തോ അവിടെ പറയുന്നത്. നമുക്ക് സിനിമയിലേക്ക് വരാം. ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ആൺകുട്ടികളല്ലേ ഓരോന്നൊക്കെ ഉണ്ടാവില്ല പല പിന്നല്ല. എല്ലാവർക്കും പ്രണയം പിന്നെ പ്രണയമൊക്കെ ഉണ്ടാവും, ഉണ്ടാവണം. അതെ, അല്ലെ പിന്നെ നമ്മളെന്ത് അതായത് ഒന്നുമില്ല, നിങ്ങൾക്ക് തന്നെ ഒറ്റ മുന്നോട്ട് ഇല്ല കുഴപ്പമില്ല, നമ്മള് സ്റ്റോറി കൂടെ പോട്ടെ. ടീച്ചർമാര് വിളിക്കും, എത്ര എല്ലാ ടീച്ചർമാരെ വിളിക്കും, എക്സ് വിളിക്കും, ഇനി ഇപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് വിളിക്കും. മറ്റേ പറഞ്ഞു പിന്നെ പറഞ്ഞതാ ഒരു പ്രശ്നമില്ല കോളേജ് ആയതുകൊണ്ട് തന്നെ എന്ത് റാഗിങ് സീൻസ് ഉണ്ടാ? റാഗിങ് സീൻസ് നിങ്ങൾക്ക് റിയൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മീൻസ് രസകരമായ കേട്ടോ. അതായത് ഇപ്പൊ എന്നെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ നിന്ന് തൊട്ട് കോളേജ് വരെ പാട്ട് പഠിപ്പിച്ച് നടത്തിച്ചിട്ടൊക്കെ ഉണ്ട് ചേച്ചിമാര്. അപ്പൊ അത് അങ്ങനെ ചെയ്യിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒപ്പം പഠിക്കുമ്പോളെ ഇങ്ങനെ അങ്ങനത്തെ പറയാം. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഫസ്റ്റ് ഡേ ഒരു കോളേജില് അഡ്മിഷൻ കിട്ടി. സ്റ്റോറി അല്ലേ, നമ്മൾ കോളേജ് ബസ്സിനകത്താ സീനിയേഴ്സ് എല്ലാവരും ജൂനിയേഴ്സിനെ എല്ലാം തപ്പി പിടിച്ച് റാഗ് ചെയ്യുന്ന പരിപാടിയുണ്ട്. അപ്പോൾ എന്നെ കണ്ടു, ഏതായിരുന്നു പഠിച്ചത്? ഞാൻ പറഞ്ഞു CS ആയിരുന്നു, +1 +2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിനക്കൊരു പ്രോഗ്രാമിംഗ് ഒരു ടാസ്ക് തരുവാണ്, ഇന്ന സംഭവം ചെയ്യാനുള്ള അതിന്റെ കോഡ് എഴുതിക്കൊണ്ട് വരണമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ, സിമ്പിൾ സാധനം. ഞാൻ എവിടെയൊക്കെ പോയി അങ്ങനെ ഒരു എവിടുന്നോ ഞാൻ തപ്പി കണ്ടുപിടിച്ചു, കോഡ് എഴുതിക്കൊണ്ട് അടുത്ത ദിവസം ഇവരുടെ അടുത്ത് തന്നു. ഇവർ ഈ കാര്യം മറന്നുപോയി എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ പേപ്പർ കൊണ്ട് വന്നു, ചേട്ടാ എന്നാ കോഡ് നോക്കിട്ട് ഈ ഏതാ കൊറേ പേരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും.
നിങ്ങൾക്കൊന്നും അങ്ങനെ ഇല്ലല്ലോ റാഗിങ്? ഇപ്പൊ കാര്യം നമ്മള് മീൻസ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മള് റാഗിങ് എന്നൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് പേടിയുള്ള ഒരു ടൈപ്പാണ്. പക്ഷെ ഫണ്ണി ആയിട്ട് എന്നാൽ അതേമാതിരിയൊക്കെ നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചത് എന്തെങ്കിലും ഗവൺമെന്റ് കോളേജസ് മിക്സ്ഡ് ഓട്ടോണമസില് സെന്റ് തെരേസാസിലൊന്നും നിരഞ്ജന? റാഗിങ് ഈ പറഞ്ഞ പോലെ ഫൺ ആയിരുന്നു, റാഗിങ് ആയിട്ടല്ലായിരുന്നു. എന്റെ അടുത്ത് എനിക്ക് തോന്നുന്നു ഇവര് റിമോട്ട് വെച്ചിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന പോലെ നമ്മള് അപ്പൊ പറയുമ്പോ ചിരിക്കണം, പറയുമ്പോ കരയണം, അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി മൂവി കാണുമ്പോ നിങ്ങൾക്ക് എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? അതായത് ഞങ്ങളുടെ മൂവി ഇതാണ്, നിങ്ങൾ ഇങ്ങനെ ലൈറ്റ് ഹാർട്ടഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ കോമഡി മൂവിയാണ്, റൊമാൻറ്റിക് മൂവിയാണ്, അതോ ഈ പറഞ്ഞ പോലെ ഇല്ലുമിനാറ്റി, ഞാൻ അങ്ങനെ പറഞ്ഞു, എന്താണോ നിങ്ങൾക്ക് എന്താണ് കൺവേ ചെയ്യാനുള്ള ടു ഓഡിയൻസ്? ഞാൻ പറയണോ? ഡയറക്ടർ പടം കാണുമ്പോ എങ്ങനെ കാണണമെന്ന് പറഞ്ഞാൽ കണ്ടു നോക്ക്, അത്രേ നോക്ക്. നിങ്ങൾ ആസ് എ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് നിങ്ങൾക്ക് അറിയാലോ മനുവിന്റെ കോണ്ടന്റ് എത്രത്തോളം അടിപൊളി കോണ്ടന്റ് വൈസ് അടിപൊളി കോണ്ടന്റ് ആണ്. എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു, പിന്നെ ആനിമെ പ്രാന്തന്മാർക്കും കോമിക് പ്രാന്തന്മാർക്കും ഒക്കെ ഉള്ള ഒരു ട്രീറ്റ് ആയിരിക്കും. അങ്ങനത്തെ റെഫറൻസ് ഒരുപാടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ജസ്റ്റ് ഒന്ന് ടിക്കറ്റ് എടുക്കുക, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക, കാണും പടം വർക്കാണ്. അല്ല, ഇത് മനുഷ്യത്തിന്റെ വിഷൻ ഭയങ്കര അടിപൊളിയാണ്. ഒരു 2000s ഒക്കെ സമയത്ത് ഇറങ്ങിയിരുന്ന ഭയങ്കര കോമഡി ഫിലിംസ് ഉണ്ടല്ലോ ഹോളിവുഡിലൊക്കെ ഉണ്ടായിരുന്നത്, ജുമാൻജി ഒക്കെ പോലത്തെ, അതിന്റെ ഒരു എസൻസ് ഉള്ള ഭയങ്കര ക്വർക്കി ഒരു സാധനമാണ്. ഇതിന്റെ പോസ്റ്റേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ടൈറ്റിൽ നമ്മളായത് നമ്മളെല്ലാരും മനുവിനെ ട്രസ്റ്റ് ചെയ്യും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, മനു ഭയങ്കര കോൺഫിഡന്റ് ആണ്. അപ്പൊ മനുവിന് കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ട് സിനിമ എങ്ങനെയാണ് എന്നുള്ളത്, നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കോൺസെപ്റ്റ് വൈസ് നല്ലൊരു സിനിമയാണ്, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. തിയേറ്ററിൽ ഫണ്ണായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പുതിയൊരു ആശയം പറയുന്നുണ്ട്, പുതിയൊരു വൺ ലൈനൊക്കെയാണ് സിനിമയുടെ. രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഈ ഷറഫിക്കയുടെ കുറേ മാനറിസംസ് ഒക്കെ ഭയങ്കര രസമുണ്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ കാണിക്കുന്നതാണ്. അത് ഞാനിങ്ങനെ എടുത്ത് പറയണമെന്ന് വിചാരിച്ചു. ഞാനിപ്പോലെ ഞാൻ ഒരു മീൻസ് ഇത് പടക്കളം എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ പറയുക, ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു കളി വാർ അങ്ങനെയൊക്കെ അല്ലേ ഇപ്പോഴത്തെ IPL ആണ് ട്രെൻഡിങ്. ഞാനപ്പോൾ ചെറിയൊരു ഗെയിം, ഐ മീൻ IPL കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് ചോദിക്കുന്നത്, ആൻസർ ചെയ്യാൻ പറ്റുമോ? ഐ ഹോപ്പ് ക്രിക്കറ്റിന്റെ ഫാനാണല്ലോ സാഫ്. അല്ല, ഞാൻ ചുമ്മാ എല്ലാരോടും ആണ്, സാഫ് തന്നെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, ഞാൻ എല്ലാരോടും കൂടെ ആയിട്ട് ചുമ്മാ ഉത്തരം പറയുള്ളൂ. ഞാൻ തെറ്റിച്ച് നടക്കണമല്ലോ. അപ്പൊ ആകെ പ്രതീക്ഷ സാഫ്. എന്നാലും നിങ്ങക്ക് ഗസ് അടിക്കാലോ. ശരിയോ? ആദ്യമായി IPL കിരീടം നേടിയ ടീം ആദ്യമായി IPL സെഞ്ചുറി നേടിയ താരം സെഞ്ചുറി നേടിയ ആരെന്നാണോ? ആരാണ് സെഞ്ചുറി നേടിയ? ഓക്കെ. ഇനി IPL ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം? ടോട്ടൽ അത് ഒരു സീസണിലോ ഫുൾ ടോട്ടൽ നോക്കി കഴിയുമ്പോ ആർക്കും ഗസ് ഒന്നുമില്ല? മല്ലിംഗ. ഓക്കെ, ശരി. നിങ്ങൾ ഒരാൾ അതായിരുന്നല്ലോ നിങ്ങളുടെ താല്പര്യം. ഞാനിപ്പോ IPL നടക്കണോണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചത്, എല്ലാവർക്കും ഒരു താല്പര്യം. ഓഹോ, ഞാനൊരു 5 മിനിറ്റ് പോയിട്ട് വരാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ. ഓക്കെ. ഏറ്റവും കൂടുതൽ വിജയ ശതമാനമുള്ള IPL ടീം? ചെന്നൈ. IPL ഏറ്റവും കുറഞ്ഞ റണ്ണില് ഓൾ ഔട്ട് ആയ ടീം? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. IPL ആദ്യത്തെ വിക്കറ്റ് നേടിയ താരം? അങ്ങനെ എന്റെ വിശ്വാസം. അതെ, പക്ഷെ അപ്പൊ എന്തോ ഒരു നേരം അറിയില്ല. സഹീർ ഖാൻ. ഓക്കെ. IPL ആദ്യ സീസൺ മുതൽ ഒറ്റ ടീമിന് വേണ്ടി മാത്രം കളിക്കുന്ന താരം? കോഹ്ലി. പൂനെക്ക് പോയത്. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. എന്തായാലും വിഷിംഗ് യു ഗൈസ് ഓൾ ദ ബെസ്റ്റ്. ഭയങ്കര ക്ഷീണാണല്ലേ? രാവിലെ എത്തിയോണ്ടല്ല എനിക്കിങ്ങനെ കാണുമ്പോ എനിക്കിങ്ങനെ ചോദിക്കാൻ തോന്നുന്ന. വിഷിംഗ് യു ഗൈസ് ഓൾ ദ ബെസ്റ്റ്. പടക്കളം അടിപൊളിയാവട്ടെ. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് ഞാൻ എന്തായാലും കാണും, നിങ്ങൾ എല്ലാവരും കാണുക. താങ്ക് യു സോ മച്ച്.